ഇപ്പോൾ ഓഫീസിലേക്ക് ലോയർ ചാ വരും. അയാൾ പറയുകയാണ്, "മെൻഗുക്ക് നീയും സുഹയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. അതുകൊണ്ട് നിങ്ങളിനി കോടതിയിൽ സാക്ഷി പറയാൻ വരേണ്ട ആവശ്യം വരില്ല." ഇത്തവണ അയാളെല്ലാം സമ്മതിച്ചല്ലോ. "ആ, ഞാനാ അവനെ കൺവിൻസ് ചെയ്തേ." "ലോയർ ചാ." "ആ." "സുഹ എന്നോട് എല്ലാം പറഞ്ഞു. കേസ് പിൻവലിക്കാൻ നിങ്ങളാണ് ഡോഹുനെ നിർബന്ധിച്ചത്." "ഏയ്, അതൊന്നുമല്ല. പ്രോസിക്യൂട്ടർ ഡോഹുൻ ഓപ്പൺ മൈൻഡുള്ള ആളാണ്. ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലും അവളത് ചെയ്തേനെ. നിങ്ങളതിൻ്റെ ക്രെഡിറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല." അവൾ അയാളുടെ അടുത്തേക്ക് വന്ന് കൈ നീട്ടിക്കൊണ്ട് താങ്ക് യു എന്ന് പറയും. അയാളും കൈ കൊടുക്കും. അവൾ അയാളുടെ കൈ വലിച്ച് ഉമ്മ കൊടുക്കും. "ഇതെന്തിനാ?" "നിങ്ങൾ ചെയ്ത എല്ലാത്തിനുള്ള താങ്ക്സ് ആണ്. എന്നെ ഇഷ്ടപ്പെട്ടതിനും സംരക്ഷിച്ചതിനും സൂഹയെ സഹായിച്ചതിനും എല്ലാത്തിനും താങ്ക് യു." അവൾ കൈ വിടാനൊരുങ്ങുമ്പോൾ ചാ അത് വലിച്ചുകൊണ്ട്, "ഓക്കെ, ഞാൻ നിൻ്റെ താങ്ക്സ് സ്വീകരിച്ചിരിക്കുന്നു." ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മൂത്ത വക്കീൽ തൊണ്ട അനക്കിക്കൊണ്ട്, "ഞാൻ ഇവിടെ തന്നെ ഉണ്ട്" എന്ന് പറയും. അപ്പോഴാണ് ചോയ് വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് വരുന്നത്. "നിങ്ങളെല്ലാം ന്യൂസ് കേട്ടോ? ആ അഹങ്കാരി പ്രോസിക്യൂട്ടറിലെ ഡോഹുൻ, അവൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പോവാ." "എന്തിന്?" "അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ദാൽജുങ്ങിനെതിരെയുള്ള കേസ് പിൻവലിച്ചതുകൊണ്ട് അവളെ ഏതോ ഒരു ചെറിയ ഓഫീസിലേക്ക് സ്ഥലം മാറ്റുമെന്ന് ഞാൻ കേട്ടു. അവളെ ചിലപ്പോൾ സസ്പെൻഡ് വരെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ചോയ് ഡാൻസ് കളിക്കും." പക്ഷേ ആരും ഒന്നും മിണ്ടില്ല. "ഇതെന്താ? ഈ ന്യൂസ് കേട്ടിട്ട് എനിക്ക് മാത്രമേ സന്തോഷമുള്ളൂ? നമുക്ക് എല്ലാവർക്കും അവളെ വെറുപ്പല്ലേ? അവൾ ഹേസിങ്ങിൻ്റെ മുഖത്ത് വരെ അടിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നുവെച്ച് ഒരാൾക്കൊരു മോശം വരുമ്പോൾ സന്തോഷിക്കാൻ പാടുണ്ടോ?" "എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി" എന്ന് പറഞ്ഞ് ചായും പോകും. മൂത്ത വക്കീൽ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട്, "നീ ഇങ്ങനെ ആവല്ലേ മോനെ" എന്ന് പറയും. പാവം ചോയ്, എല്ലാവരും പുണ്യാളന്മാരായത് അവൻ അറിഞ്ഞില്ല. ഹേസിങ് പുറത്തേക്ക് വരുമ്പോൾ ഡോഹുൻ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്നത് കാണും. അവൾ ചോദിക്കും, "നീ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പോവാണെന്ന് ഞാൻ കേട്ടു. ഇത്ര പെട്ടെന്ന് റൂമർ സ്പ്രെഡായോ? ആ, നീ ഓക്കെ ആണോ?" കൂടിപ്പോയാലെന്താ, വേറെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റും. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല." 2 മാസങ്ങൾക്ക് ശേഷം സൂഹയും ഹേസുങ്ങുമാണ്. അവൾ ചോദിക്കും, "സൂഹ, നാളെയല്ലേ മിൻകുക്കിൻ്റെ വിധി വരുന്നത്? നീ പോകുന്നുണ്ടോ?" "ഇല്ല, എനിക്ക് നാളെയല്ലേ പോലീസ് അക്കാദമിയുടെ ഇൻ്റർവ്യൂ ഉള്ളത്." "പക്ഷേ സൂഹ, നിനക്ക് മിൻകുക്കിന് വധശിക്ഷ കിട്ടണമെന്നുണ്ടോ?" "മുമ്പുണ്ടായിരുന്നു, ഇപ്പം ഇല്ല." "അതെന്താ?" "വേണ്ട, ഞാൻ ഗസ് ചെയ്യട്ടെ. അതിന് കാരണം നീയും അയാളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ?" "നിനക്കെങ്ങനെ അത് മനസ്സിലായി?" "എനിക്കും നിൻ്റെ പോലെ ഒരു സൂപ്പർ പവർ കിട്ടിയെന്ന് തോന്നുന്നു." ഇപ്പോൾ സൂഹയുടെ ഇൻ്റർവ്യൂ ആണ് കാണിക്കുന്നത്. പോലീസുകാരൻ പറയും, "സൂഹ, നിൻ്റെ സ്കൂൾ ഗ്രേഡെല്ലാം എക്സലൻ്റ് ആണ്. നല്ല ഫിസിക്കൽ കണ്ടീഷനും ഉണ്ട്. പക്ഷേ നീ ഹൈസ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തെന്ന് കാണുന്നു. അതെന്താ കാരണം?" പോലീസുകാരൻ ചിന്തിക്കുന്നത് സൂഹയ്ക്ക് മനസ്സിലാവും. പാർക്ക്, സൂഹ, ഇവൻ പോലീസിൻ്റെ ഇടയിൽ ഫേമസാ. ഇവനത്ര സത്യസന്ധനായിരിക്കുമെന്ന് നോക്കാം. സൂഹ പറയും, "ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു. 1 വർഷത്തോളം എനിക്ക് ഓർമ്മ നഷ്ടമായി. ഞാൻ എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. കൊലപാതകം ചെയ്തുവെന്ന് സംശയിച്ച് കോടതിയിൽ വരെ പോകേണ്ടി വന്നു. ഞാനൊരു പ്രതികാര കുറ്റകൃത്യത്തിലെ ടാർഗറ്റായിരുന്നു. ഇത്രയെല്ലാം അനുഭവിച്ചിട്ടും നീ ഇവിടം വരെ എത്തി." "അതെ, പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്കത് സാധിക്കുമോ എന്ന് അറിയില്ല." "പിന്നെ ആരാ നിന്നെ സഹായിച്ച്?" "ഒരുപാട് പേരുണ്ട്. ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് എന്നെ ഒരു അഡൾട്ടായി വളരാൻ സഹായിച്ച ആളാണ്. അയാൾ ഒരു മണ്ടനെ പോലെ ആളുകളെ വിശ്വസിച്ചു. ആ ഉറച്ച വിശ്വാസം കൊണ്ട് അദ്ദേഹം ആളുകളെ മാറ്റിയെടുക്കുന്നതും ഞാൻ കണ്ടു. എനിക്ക് വേറെ ചോയ്സ് പോലും ഇല്ലാതെ വളരെ നല്ലൊരു മനുഷ്യനെന്ന് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നു. പിന്നെ വേറൊരാളുണ്ട്, കണ്ടാൽ അഹങ്കാരി എന്ന് തോന്നുമെങ്കിലും അവനവനിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ. പക്ഷേ ആ ആൾ സ്വന്തം തെറ്റ് അംഗീകരിക്കേണ്ടതും അതിന് ക്ഷമ പറയേണ്ടതും എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തന്നു. നമ്മുടെ തെറ്റ് മനസ്സിലാക്കി ക്ഷമ പറയുന്നത് എത്ര നല്ല കാര്യമാണെന്ന് ഞാൻ കണ്ടു. പിന്നെ ഒരാളുണ്ട്, ഞാൻ ഒരിക്കലും തിരഞ്ഞെടുക്കരുതാത്ത വഴി കാണിച്ചു തന്നയാൾ. അവനൊരു മനുഷ്യനായി ജീവിച്ചിരുന്നയാളാണ്, പക്ഷേ സ്വയം ഒരു മൃഗമായി മാറി. അവനൊരു മണ്ടനായ ദയനീയമായ ആളാണ്." ഇപ്പോൾ കോടതിയിൽ മിൻകുക്കിൻ്റെ വിധി പറയുന്നത് കാണിക്കും. ഡിഫൻഡൻ്റ് അവൻ്റെ പ്രതികാരം നടത്തുന്നതിനായി ഒരുപാട് നിരപരാധികളായ ആളുകളെ കൊന്ന് അതെല്ലാം അപകട മരണങ്ങളായിരുന്നുവെന്ന് വരുത്തി തീർത്തത് തികച്ചും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. എന്നിരുന്നാലും പാർക്ക് ഹുക്കും ഡോക്ടറും ചേർന്ന് ഡോണർ ലിസ്റ്റ് തിരുത്തിയത് ഡിഫൻഡൻറ്റിൻ്റെ ഭാര്യയുടെ മരണത്തിൽ കലാശിച്ചു. ഡിഫൻഡൻറ്റ് ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന അമ്മയുടെയും മകൻ്റെയും മരണം കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൂടാതെ ഡിഫൻഡൻറ്റ് എല്ലാ കുറ്റങ്ങളും സമ്മതിച്ച് മാപ്പ് അപേക്ഷിച്ചു എന്നതും കണക്കിലെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻഡൻറ്റിനെ
വധശിക്ഷയിലും കുറഞ്ഞ മരണം വരെയുള്ള ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. വീണ്ടും സൂഹയുടെ വാക്കുകൾ കേൾപ്പിക്കും. എൻ്റെ ജീവിതത്തിലും ഞാൻ ഏകദേശം അതേ ചോയ്സ് തിരഞ്ഞെടുത്ത അവസരമുണ്ടായി. അതേ ചോയ്സോ? ആ, അവൻ തിരഞ്ഞെടുത്തതുപോലെയുള്ള പ്രതികാരം. ആ ആൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോൾ ഒരു മൃഗമായി മാറിയേനെ. ആ ആളോ? അതെ, യാതൊരുവിധ മാനേഴ്സോ ആരെയും പരിഗണിക്കുകയോ ചെയ്യാതെ എന്ത് കാര്യവും വിളിച്ചു പറയുന്ന ആൾ. അത് അങ്ങനെ ഒരാളായിരുന്നു. സത്യത്തിന് വേണ്ടി പോരാടുകയും ആളുകളെ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ. ആ ആൾ അങ്ങനെ ചെയ്യുന്നത് കാണുന്നത് ഞാൻ ഇരുട്ടിലായിരുന്നപ്പോൾ എൻ്റെ വെളിച്ചവും വഴിയുമായി. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വരെ എത്തില്ലായിരുന്നു. ഒരാളെ സംരക്ഷിക്കുന്നത് എത്ര നല്ല കാര്യമാണെന്ന് ഞാൻ അവളിൽ നിന്ന് പഠിച്ചു. ഒരാളുടെ ജീവിതാനുഭവം മനസ്സിലാക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്നും ഞാൻ അവളിലൂടെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് എനിക്കൊരു നല്ല പോലീസുകാരൻ ആവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹേസങ് ഇപ്പോൾ സൈൻ ലാംഗ്വേജ് പഠിക്കുന്നത് കാണിക്കും. അവളതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിനുശേഷം ഊമയായ അവളുടെ കക്ഷിയോട് അവൾ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കും. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേൾക്കും. നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള സ്റ്റോറി ഞാൻ മനസ്സിലാക്കും. ഞാനാണ് നിങ്ങളുടെ പബ്ലിക് ഡിഫൻഡർ. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇവിടെ വെച്ച് ഈ സീരീസ് അവസാനിക്കുകയാണ്. ഇതായിരുന്നു ലാസ്റ്റ് എപ്പിസോഡ്. ഈ ഡ്രാമയുടെ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ ഒപ്പം നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. യൂട്യൂബുകാരെ സമ്മതിക്കുകയാണെങ്കിൽ അടുത്ത ഒരു അടിപൊളി ഡ്രാമയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.